ബിഗ് ബോസ് കഴിഞ്ഞ് മത്സരാർത്ഥികൾക്ക് ഒരു ലൈഫ് ഉണ്ട് എന്ന ഒരു വലിയ സത്യം ഞാൻ മനസ്സിലാക്കുന്നു, മാനിക്കുന്നു. പക്ഷെ ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ല കേട്ടോ. ശരത് എന്ന മത്സരാർത്ഥിയുടെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു വലിയ സോറി. മാറ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഈ വീഡിയോ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു സോറി. അപ്പാനി ശരത് ഒരു ജെന്റിൽമാൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം കാണിച്ച ആ ഒരു സംഭവം തന്നെ എടുക്കാം. അനുമോളുടെ ആ ഒരു പാവക്കുട്ടിയെ എടുത്ത് വെളിയിലേക്ക് ഇട്ടിട്ട് പോയി എടുത്തോണ്ട് വരാൻ അപ്പാനി ശരത് പറയുന്നു. ഇടിച്ചു കയറി സെല്ലിലേക്ക് കയറിയാണ് അത് എടുക്കുന്നത്. അനുമോള് പോയത് എടുത്തിട്ട് തിരിച്ച് സെല്ലിലേക്ക് പോകുന്നില്ല, ആ ഒരു ഊഞ്ഞാലില് പോയിരിക്കുന്നു. സെല്ലിലേക്ക് തിരിച്ചു കയറാൻ പറയുമ്പോൾ അനുമോള് പറയുന്നത് ഇതാണ്, അനീഷേട്ടൻ തിരിച്ചു വരട്ടെ എന്ന്. അത്രയും ക്യാമറകളുള്ള ഒരു ഷോയില് പോലും അനുമോൾ ഇയാളുടെ മുന്നിൽ ആകെ ഇൻസെക്യൂർ ആവുകയാണ്, പേടിക്കുകയാണ്. ഇയാളുടെ പെരുമാറ്റം കണ്ടിട്ട് പേടിച്ചിരിക്കുകയാണ് അനുമോള്. പറയുന്നത് അനീഷേട്ടൻ വരട്ടെ എന്നും. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനകത്ത് ഇപ്പോ എന്നെ പിടിച്ച് പാവാടയാക്കുവോ മൊണ്ണയാക്കുവോ എന്ത് വേണേ ചെയ്തോ, പക്ഷെ പറയാനുള്ളത് ഞാൻ പറയുവാണ്, പച്ചയ്ക്ക് തന്നെ അങ്ങ് പറയുവാണ്. അനുമോൾ ആ ഒരു നിമിഷം അവിടെ വളരെയേറെ പാനിക്കായിട്ട് നിന്നത്, ശരത് എന്ന ആ ഒരു മനുഷ്യന്റെ മുന്നിൽ പാനിക്കായിട്ട് നിന്നത് ഞാൻ കണ്ടതാണ്. അതിലിപ്പോ എത്രത്തോളം ശരത്തിനെ ആര് ന്യായീകരിച്ചു എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് സത്യം. അനുമോള് വളരെയധികം പാനിക്ഡ് ആയിരുന്നു. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി എണീറ്റ് വന്ന ഈ ഒരു ക്യാപ്റ്റൻ എന്തിന്റെ സൂക്കേട് ഉണ്ടായിട്ടാണ് ആ ഒരു പാവയെ എടുത്ത് പുറത്തേക്ക് ഇട്ടത്? അല്ല, ശരത്തിന് എന്തിന്റെ സൂക്കേടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആളൊരു ഫാമിലി മാനൊക്കെ ആയിരിക്കാം, പക്ഷെ നമ്മൾ കാണുന്നതാണ് നമ്മൾ പറയുന്നത്. നമ്മളെ ബിഗ് ബോസ് കാണിക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. തന്നെക്കാൾ കുറെ വയസ്സിന് ഇളയ ഒരു പെൺകുട്ടി വെളുപ്പിനെ ചെന്ന് വെറുതെ ആ ഒരു പെണ്ണിനെ വെറുതെ ഒരാവശ്യവും ഇല്ലാതെ ടോർച്ചർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അനുമോളുടെ മുഖത്തെ ആ ഒരു ഭയവും ഞെട്ടലും ശരിക്കും എന്നെ കൊണ്ട് കുറെ ചിന്തിപ്പിച്ചു. ശരത്തിനെ ശരത്തേട്ടൻ എന്ന് വിളിക്കുന്ന ആ ഒരു പരിപാടി തന്നെ പുള്ളിക്കാർ നിർത്തിയിട്ട് ദിവസങ്ങളായി. അനീഷിനെ പക്ഷെ അത് തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അൺസേഫ് ആയിട്ട് ഇൻസെക്യൂർ ആയിട്ടിരിക്കുന്ന ഒരു സമയത്തും അനീഷേട്ടൻ വരട്ടെ എന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്തിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അനീഷിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അനീഷ അത്രയും ക്വാളിറ്റി അവിടെ വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യനാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയൊക്കെ ഒരു സ്ത്രീയുടെ വായിൽ നിന്നും വീണ് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പുരുഷന് ചേർന്ന കാര്യമല്ല. ശരത്ത് ശരിക്കും അവിടെ ശരത്തിന്റെ ഒരു മാൻലിനെസ് അവിടെ തന്നെ ഇടിഞ്ഞു പോയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വില ഇടിഞ്ഞു പോയെന്നുള്ളതാണ്. ക്യാപ്റ്റൻ എന്ന നിലയിലും ഒരു പുരുഷൻ എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും ശരത്ത് ആ സെല്ലിലേക്ക് ഇടിച്ചു കയറി അനുമോളുടെ പാവയെ എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞത് അങ്ങേയറ്റം മോശമായി പോയി എന്ന് മാത്രമല്ല, മര്യാദകേടായി പോയി, വൃത്തികേടായി പോയി. പിന്നെ അനുമോളുടെ വായിൽ നിന്നും ആ ഒരു ഡയലോഗ് അനീഷേട്ടൻ വരട്ടെ, അതിൽ തന്നെ ഉണ്ട് എല്ലാം. ശരത്തിനെ വിശ്വാസമില്ല, ശരത്ത് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ വിശ്വാസമില്ല. ആ രീതിയിലാണ് അനുമോൾ അത് പറയുന്നത്.